ഹലോ ട്രേഡേഴ്സ്, വെൽക്കം ബാക്ക്. നമ്മൾ കഴിഞ്ഞ ദിവസം സംസാരിച്ച സമയത്ത് പറഞ്ഞായിരുന്നു മാർക്കറ്റിനകത്ത് എക്സിറ്റ് പോൾ വന്ന ദിവസങ്ങളിലായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ. സോ നമ്മുടെ ലെവൽസോ കാര്യങ്ങളോ ഒന്നും മാർക്കറ്റിൽ ആപ്ലിക്കബിൾ ആവില്ല എന്നുള്ള രീതിയിൽ നമ്മൾ സംസാരിച്ചിരുന്നു. സോ ആ രീതിയിൽ തന്നെയായിരുന്നു ഇന്നത്തെ മാർക്കറ്റ് കാര്യങ്ങൾ. ഒരു ബാങ്ക് നിഫ്റ്റിയുടെ കേസ് നോക്കുകയാണെങ്കിൽ നിയർലി 50,895 ആ റേഞ്ചിലായിരുന്നു ഓപ്പൺ ആയിരുന്നത്. ഹൈ പോയിരിക്കുന്നത് ഏകദേശം 51,127, ലോ വന്നിരിക്കുന്നത് 50,997. സോ നാളത്തെ കേസിനകത്ത് ഒരു മീൻസ് നാളത്തെ റിസൾട്ടിനുള്ള എക്സിറ്റ് പോളിൻ്റെ സംഭവമാണ് നമുക്ക് കഴിഞ്ഞ ദിവസം ഇന്നത്തെ ദിവസങ്ങൾ ഇത്രയും ഒരു ബുള്ളിഷായിട്ടുള്ളൊരു സംഭവമാണ്. ഹെവി ഗ്യാപ്പ് ഏകദേശം കഴിഞ്ഞ ദിവസത്തെ പോയത് ഒരു 5%, നിയർലി 5% റേഞ്ചിലേക്ക് തന്നെ മാർക്കറ്റ് അത്രയും ഗ്യാപ്പ് ആയിട്ടാണ് ഓപ്പൺ ചെയ്തിരിക്കുന്നത്. സോ നാളത്തെ റിസൾട്ട് ഇതിനോട് മാച്ച് ചെയ്യുന്ന രീതിയിലാണ്, എക്സിറ്റ് പോളിനോട് റിലേറ്റ് ചെയ്ത് വരുന്ന രീതിയിൽ, മാച്ച് ചെയ്ത് വരുന്ന രീതിയിലാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി റാലി. നമ്മളിപ്പം ഇതിനകത്ത് അടുത്ത ദിവസങ്ങളിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് മുകളിലേക്ക് ഒരു ബുള്ളിഷ് വ്യൂ എന്നുള്ള രീതിയിലാണെങ്കിൽ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്ന രീതിയിൽ ഒരു ലെവൽസ് മുകളിലേക്കുള്ള ആകെയുള്ള ലെവൽസ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു ലോങ് ടൈം ക്യാൻഡിൽ പാറ്റേൺസ് എടുക്കുകയാണെങ്കിൽ ഒരു ഡേ വൈസ് ക്യാറ്റിൽ ഇത് എടുക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് ഫോളോ ചെയ്ത് വരുന്ന ഒരു ട്രെൻഡ് ലൈൻ ഉണ്ട്. ആ ഒരു ട്രെൻഡ് ലൈൻ മാത്രമേ നമുക്ക് ചെയ്ത് പറയാനുള്ളൂ. ബാങ്ക് നിഫ്റ്റിയുടെ കേസിലാണെങ്കിലും ഈ ഒരു ട്രെൻഡ് ലൈന്, ആ ഒരു ട്രെൻഡ് ലൈനിൻ്റെ മുകളിലേക്കാണ് ഇന്ന് മാർക്കറ്റ് പോയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കി ഇവിടെ കാണാവുന്നതാണ്. ഒരു ഡേ ക്യാൻഡിൽ എടുത്ത് നോക്കുകയാണെങ്കിൽ തന്നെ ഒരു ഹെവി ആയിട്ടുള്ള സംഭവങ്ങൾ, കാരണം ഇന്നത്തെ മാർക്കറ്റിൻ്റെ കേസിൽ നോക്കുകയാണെങ്കിൽ തന്നെ അത് ആ ഒരു ഹയർ ലെവൽ എന്ന് പറയുന്നത് രണ്ട് തവണ ടച്ച് ചെയ്തിരിക്കുന്ന ഒരു ക്യാൻഡിൽ ഒരു പാറ്റേൺ ഉണ്ട്. സോ അതിൻ്റെ അവിടേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ ഇനിയും ഒരുപാട് മാർക്കറ്റ് മുകളിലേക്ക് നിയർലി 56,000 ആ റേഞ്ചിലേക്കൊക്കെയാണ് അതിൻ്റെ ഒരു ലെവൽ വരുന്നത്. സോ അത്രയും വന്നില്ലെങ്കിൽ തന്നെ തൊട്ട് താഴെ ഇപ്പം കഴിഞ്ഞ ദിവസങ്ങൾ കഴിഞ്ഞൊരു ഏകദേശം ഒരു 2023 ഡിസംബർ മുതൽ ഫോളോ ചെയ്ത് വരുന്നൊരു പാറ്റേൺ ഉണ്ട്. ആ പാറ്റേണിൻ്റെ തൊട്ട് മുകളിലേക്കായിട്ട് വന്നു നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാവുന്നതാണ്. ഒരു 3 മിനിറ്റ് 5 മിനിറ്റ്സ് ക്യാൻഡിൽ എടുത്തു കഴിഞ്ഞാൽ കാണാവുന്നതാണ്. ആ ഒരു പാറ്റേണിലാണ്, ആ ഒരു ക്യാൻഡിലാണ് ഇന്നിപ്പം വന്ന് ഒരു കറക്ഷൻ വന്ന് ഇത്രയും ഒരു ഗ്യാപ്പ് അപ്പോൾ ഓപ്പൺ ചെയ്ത് മാർക്കറ്റ് സ്വാഭാവികമായിട്ട് ഇത്രയും മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇത്രയും ഹെവി ആയിട്ട് ഗ്യാപ്പ് അപ്പോൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഒരു കറക്ഷൻ ഉണ്ടായിരിക്കും. ആ ഒരു കറക്ഷൻ വന്ന് ലാൻഡ് ചെയ്തിരിക്കുന്നത് ആ ഒരു കഴിഞ്ഞ വർഷം ഡിസംബർ തൊട്ട് ഫോളോ ചെയ്ത് വരുന്ന ഒരു പാറ്റേണിലാണ് ചെയ്ത് വന്നിരിക്കുന്നത്, മീൻസ് വന്ന് ലാൻഡ് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം മാർക്കറ്റ് സാധാരണ ഒരു വൈകുന്നേരം വരെയുള്ള സമയത്ത് അന്നത്തെ ഒരു ഡേ റേഞ്ചിൽ തന്നെയാണ് മാർക്കറ്റ് ഉണ്ടായിരുന്നത്. നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാവുന്നതാണ്. ഇന്ന് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഡേക്ക് ആ ഒരു റേഞ്ചിൽ തന്നെയാണ് മാർക്കറ്റ്. ആദ്യത്തെ ഒരു 15-20 മിനിറ്റ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ആ ഒരു ലെവലിൽ തന്നെയാണ് മാർക്കറ്റ് ഏകദേശം 3 മണി വരെ ട്രേഡ് ചെയ്തിരിക്കുന്നത്. 3 മണിക്ക് ശേഷമാണ് ആ ഒരു ലെവലിൻ്റെ മുകളിലേക്ക് മാർക്കറ്റ് കയറിയിരിക്കുന്ന 51,100 റേഞ്ചിൽ മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നു. സോ ഇന്നത്തെ ലെവൽസും കാര്യങ്ങളും നമുക്ക് നാളത്തേക്ക് വേണ്ടി നോക്കുകയാണെങ്കിൽ ഇന്നത്തെ ലെവൽസിൻ്റെ ഒരു ബാലൻസ് തന്നെയായിരിക്കും നാളെ മാർക്കറ്റ് വരിക. നമുക്ക് ലെവൽസോ കാര്യങ്ങളോ നോക്കി ഒരു ട്രേഡ് എടുക്കുക എന്നുള്ളൊരു കോൺസെപ്റ്റ് നാളത്തെ സംഭവത്തിൽ ഉണ്ടാകുന്നതാണ്. നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന കുറച്ച് ലെവൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബാങ്ക് നിഫ്റ്റിയുടെ കേസ് നോക്കുകയാണെങ്കിൽ ഇന്നത്തെ ഈ ഒരു കുറച്ച് ലെവൽസ് മാത്രം. തൊട്ട് മുകളിൽ ഒരു ട്രെൻഡ് ലൈൻ ഉണ്ട്, 51,600 റേഞ്ചിൽ കിടക്കുന്നൊരു ട്രെൻഡ് ലൈൻ, ഒരു 51,550, 600 എന്നുള്ള റേഞ്ചിലൊക്കെ കിടക്കുന്ന ഒരു ട്രെൻഡ് ലൈൻ ഒരു ഹെവി ആയിട്ട് പോകുന്ന കേസിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും ഒരു റെസിസ്റ്റൻസ് വരാൻ സാധ്യതയുള്ള ഒരു ലെവലാണത്. പിന്നീട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ താഴത്തേക്ക് ഒരു കറക്ഷനോ കാര്യങ്ങളോ ആയിട്ട് വരികയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ലെവൽ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് നാളെ ഒരു ഗ്യാപ്പ് അപ്പിൽ തന്നെയാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ ഇവിടുന്ന് റെസിസ്റ്റൻസ് എടുത്ത് താഴേക്ക് കാരണം നാളത്തെ റിസൾട്ടിനോട് ബേസ് ചെയ്തിട്ടുള്ള ഒരു സംഭവമാണ് ഇന്ന് കണ്ടിരിക്കുന്ന ഒരു ബുള്ളിഷ് ആയിട്ടുള്ള വ്യൂ, അല്ലെങ്കിൽ ഹെവി ഗ്യാപ്പ് അപ്പ് എന്ന് പറയുന്നത്. സോ നാളെ അതിനോട് മീറ്റ് ചെയ്യുന്നൊരു സംഭവങ്ങളാണ് വരുന്നത് എന്നുണ്ടെങ്കിൽ മേ ബി ഒരു കുറച്ച് കറക്ഷൻ ചാൻസ് ഉണ്ട്. സോ അങ്ങനെ ഒരു കേസാണെന്ന് വെച്ചാൽ നാളെ ഒരു കുറച്ചൊരു ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്തതിനു ശേഷം ഈ ഒരു റെസിസ്റ്റൻസ് തട്ടി മാർക്കറ്റ് താഴേക്ക് വരാനുള്ള ഒരു ചാൻസ്, താഴേക്ക് വരിക എന്ന് പറഞ്ഞാൽ ഹെവി ആയിട്ടുള്ള താഴേക്ക് ഫാളൊന്നും പോസിബിൾ ആണെന്ന് തോന്നുന്നില്ല. സോ ആ ഒരു ട്രെൻഡ് ലൈൻ വരെ തട്ടി താഴേക്ക് വരാനുള്ള ചാൻസ്, ഒരു പോസിബിലിറ്റി നമുക്ക് പറയാനുള്ള ചാൻസ്, മേ ബി അതിൻ്റെ മുകളിലേക്ക് ഇന്ന് ഇത്രയും ഗ്യാപ്പ് അപ്പ് വന്ന കാര്യങ്ങളായിട്ട് ട്രെൻഡ് ആയിരിക്കുന്നതുകൊണ്ട് നാളെ അത്രയും കയറാൻ സാധ്യതയുണ്ട്. ബാങ്ക് നിഫ്റ്റിയിൽ ട്രേഡ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കേസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റന്നാൾ എക്സ്പയർ ചെയ്യണം. സോ പ്രീമിയം നല്ല രീതിയിൽ മെൽറ്റ് ആവും. സോ അതിനകത്ത് ഓപ്പൺ ഇൻട്രസ്റ്റ് ഒക്കെ ഇത്രയും ഹെവി ആയി നിൽക്കുന്ന സമയത്ത് ചെറിയ മൂവ്മെൻറ്റിന് വരെ നല്ല രീതിയിൽ പ്രീമിയം ഒക്കെ ഹെവി ആയിട്ടാണ് നിൽക്കുന്നത്. സോ സ്വാഭാവികമായിട്ട് ഓപ്ഷൻ ബയേഴ്സ് പൊസിഷൻസും കാര്യങ്ങളും എടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുക, കാരണം നാളത്തെ പ്രീമിയം നല്ല രീതിയിൽ മെൽറ്റ് ആവാൻ സാധ്യതയുണ്ട്. സോ ചെറിയ മൂവ്മെൻറ്റ്സ്, നല്ല മൂവ്മെൻറ്റ്സ് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ പ്രീമിയം നല്ല രീതിയിൽ മെൽറ്റ് ആവാൻ
വളരെയധികം ഹെവി ആയിട്ടാണ് പ്രീമിയം കിടക്കുന്നത്. സോ ഓപ്ഷൻ ബയേഴ്സ് നന്നായിട്ട് ശ്രദ്ധിക്കുക. പ്രീമിയം ബൈ ഇത് ചെയ്തെടുക്കുന്ന മെൽറ്റിംഗ് സാധ്യത നല്ല രീതിയിൽ സാധ്യതയുണ്ട്. സോ ഓപ്ഷൻ സെല്ലേഴ്സ് നന്നായിട്ട് പ്ലേ ചെയ്യാനും കാര്യങ്ങളും സാധ്യതയുണ്ട്. ഒരു സൈഡ് വേസ് മാർക്കറ്റ് ആയിട്ടാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ, രാവിലെ കുറച്ച് മൂവ്മെൻറ്റും കാര്യങ്ങളൊക്കെ കിട്ടി സൈഡ് വേസ് ആയിട്ടാണ് മാർക്കറ്റ് പോകുന്നതെന്നുണ്ടെങ്കിൽ ബയേഴ്സ് എൻട്രി ആവാതിരിക്കുകയായിരിക്കും നല്ലത്. കാരണം ഓപ്ഷൻ്റെ പ്രീമിയം എമൗണ്ട് വളരെ കൂടുതലാണ് വരുന്നത്, നല്ല രീതിയിൽ കൂടുതൽ വരുന്നുണ്ട്. സോ മറ്റന്നാൾ 2 ദിവസം കൊണ്ട് മെൽറ്റായി സീറോയിലേക്ക് ആവാനുള്ള പ്രീമിയംസ് ഒക്കെ നല്ല രീതിയിൽ മെൽറ്റ് ആവാൻ സാധ്യതയുണ്ട്. സോ ഓപ്ഷൻ ബയേഴ്സിന് ശ്രദ്ധിക്കേണ്ട ഒരു ലെവൽസാണ് ഒന്ന് ഈ ട്രെൻഡ് ലൈൻ തൊട്ട് താഴെ ഇന്ന് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഹൈ എന്ന് പറയുന്ന ലെവൽ, ഇന്ന് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഹൈ 51,135 എന്ന് പറയുന്ന ലെവൽ തൊട്ട് താഴെ ഇന്ന് ഫസ്റ്റ് ക്യാൻഡലിൻ്റെ ഹൈ 50,996, ഇന്നത്തെ ഏറ്റവും ലോ വരുന്ന 50,097. താഴേക്ക് വരുന്ന ഒരു കേസ് വരികയാണെന്ന് വെച്ചാൽ നാളത്തെ ഒരു കേസിനകത്ത് റോസ്റ്റ് സിനാരിയോ എന്നുള്ള രീതിയിൽ കേസ് വരികയാണെങ്കിൽ മേ ബി ഇന്നിപ്പോൾ ഇത്രയും സംഭവങ്ങൾ ഒരു ഹെവി ബുള്ളിഷ് ആയിട്ടുള്ളൊരു വ്യൂ വന്നിരിക്കുന്നത് എക്സിറ്റ് പോൾ വന്ന സംഭവം കൊണ്ടാണ്. മേ ബി അതിൻ്റെ ഒരു ഓപ്പോസിറ്റാണ് നാളെ മാർക്കറ്റ് വരുന്നതെന്നുണ്ടെങ്കിൽ ഹെവി ആയിട്ടുള്ള ഫോളിന് സാധ്യതയുണ്ട്. ഒരു മാർക്കറ്റ് ടൈമിൽ തന്നെ റിസൾട്ട് വരാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ അതിനൊരു ഓപ്പോസിറ്റ് വ്യൂ ആണ് സംഗതികൾ വരുന്നതെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു പ്രീവിയസ് ഡേ അല്ലെങ്കിൽ പ്രീവിയസ് ഹൈ എന്ന് പറയാൻ പറ്റുന്ന ഒരു സംഭവം 49,975 എന്ന് പറയുന്നൊരു ഒരു പോയിന്റ് താഴെ കിടക്കുന്നുണ്ട്. അതിൻ്റെ താഴത്തേക്ക് മാർക്കറ്റ് 50,000 ഒരു സെൻറ്റിമെൻ്റൽ ഏരിയ ആയിട്ട് കിടക്കുന്നുണ്ട്. അതിൻ്റെ തൊട്ട് താഴെ 49,975 ആ ഒരു ഏരിയയ്ക്ക് താഴെ വരികയാണെങ്കിൽ മാർക്കറ്റ് നന്നായിട്ട് ക്രാഷായി താഴെ വീഴാൻ സാധ്യതയുണ്ട്. ഒരു നെഗറ്റീവായിട്ടുള്ളൊരു വ്യൂ ആണ് മാർക്കറ്റ്. നെഗറ്റീവായിട്ടുള്ളൊരു വ്യൂ എന്നുള്ള രീതിയിലല്ല, ഒരു താഴത്ത് നെഗറ്റീവായിട്ടില്ലെങ്കിലും എക്സ്പെക്റ്റ് ചെയ്ത രീതിയിലുള്ള സംഗതിയിലേക്ക് വന്നിട്ടില്ലെങ്കിൽ ഹെവി ആയിട്ടുള്ളൊരു ക്രാഷിന് സാധ്യതയുണ്ട്. വളരെ അധികം ചാൻസ് കുറഞ്ഞൊരു സിനാരിയോ ആണത്. അതല്ലാത്ത കേസിലാണെങ്കിൽ മേ ബി ബാങ്ക് നിഫ്റ്റിയുടെ കേസിലേക്കൊക്കെ പോകുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലോങ് പീരീഡിനകത്തേക്ക് ടച്ച് ചെയ്ത് ഫോളോ ചെയ്ത് വരുന്ന ഈ ഒരു ട്രെൻഡ് ലൈൻ റീടെസ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. ഒന്ന് മാർക്കറ്റ് ലേശം ഗ്യാപ്പ് പോയി ഇതിനകത്ത് തട്ടി ഒന്ന് മാർക്കറ്റ് ഒരു കറക്ഷൻ വരാനോ അല്ലെങ്കിൽ താഴത്തേക്ക് വന്ന ശേഷം വീണ്ടും ആ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്ത് താഴേക്ക് മുകളിലേക്ക് പോകാനോ ചാൻസ് ഉണ്ട് ബാങ്ക് നിഫ്റ്റിക്കകത്ത്. ലെവൽസോ കാര്യങ്ങളോ നോക്കി ട്രേഡ് ചെയ്യാൻ പറ്റുന്ന സിനാരിയോ അല്ല ഇപ്പോഴുള്ള ഒരു സംഗതി. സോ മാർക്കറ്റ് കണ്ടീഷൻസും കാര്യങ്ങളും കൃത്യമായി നോക്കുക. കഴിയുന്നതും ഓപ്ഷൻ ബയേഴ്സ് കറക്റ്റായിട്ടുള്ള ഒരു എൻട്രി പോയിൻറ്റ്സും കാര്യങ്ങളും എടുത്തതിന് ശേഷം സ്ട്രിക്റ്റ് ആയിട്ടുള്ള സ്റ്റോപ്പ് ലോസ് കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്ത് മാത്രം ട്രേഡ് ചെയ്യുക. ഹെവി ക്രഷൊക്കെ വന്ന് ഒരു ഓപ്പൺ ഇൻട്രസ്റ്റ് ഒക്കെ അത്രയും ഹെവി ആയിട്ട് കിടക്കുന്ന ഒരു കേസാണ്. സോ ഈ ഒരു പറയുന്ന സംഭവങ്ങൾ നമ്മളെ അർദ്ധമണിക്ക് താഴെയുള്ള സംഭവങ്ങളൊക്കെ സീറോയിലേക്ക് പോകാനുള്ളതാണ്. സോ നാളെയും മറ്റന്നാളായിട്ട് പ്രീമിയം നന്നായിട്ട് മെൽറ്റാവും. ഒരു സൈഡ് വേസ് മാർക്കറ്റിനകത്തുനിന്ന് ഓപ്ഷൻ ബയേഴ്സ് കഴിയുന്നതും മാറി നിൽക്കുന്ന നല്ല മൊമെൻറ്റം കിട്ടിയിട്ടില്ലെങ്കിൽ മെൽറ്റിംഗ് വളരെയധികം പോസിബിലിറ്റി ഉള്ള സംഭവമാണ്. ഓക്കെ, സോ നിഫ്റ്റിയുടെ കേസ് നോക്കാം. നിഫ്റ്റി ഓപ്പൺ ചെയ്തിരിക്കുന്നത് ഓൾ ടൈം ഹൈ തന്നെയാണ്. ഓൾ ടൈം ഹൈയിൽ ക്രിയേറ്റ് ചെയ്തു. ദെൻ സ്വാഭാവികമായിട്ടുള്ള ഒരു മെൽറ്റിങ്ങും കാര്യങ്ങളൊക്കെ വന്നു. പ്രീമിയത്തിനകത്ത് അത്യാവശ്യം നന്നായിട്ട് ഒരു അത്യാവശ്യം നല്ലൊരു കറക്ഷൻ വന്നു. ആദ്യത്തെ കാൻഡിൽ തന്നെ അത്യാവശ്യം നല്ലൊരു കറക്ഷൻ വന്നു. ആ ഒരു ട്രെൻഡ് ലൈനിൻ്റെ താഴേക്ക് മാർക്കറ്റ് വന്നു. ദെൻ ബാങ്ക് നിഫ്റ്റിക്കകത്ത് വന്നിരിക്കുന്നത് പോലെ തന്നെ ആഫ്റ്റർ ഒരു എന്താ പറയുക ആ ഒരു റേഞ്ചിൽ തന്നെ ഇന്ന് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ആദ്യത്തെ 15 മിനിറ്റിൽ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ആ ഒരു റേഞ്ചിൽ തന്നെയാണ് പിന്നീട് മാർക്കറ്റ് ഈവനിങ് വരെ കയറിയിരിക്കുന്നത്. സോ നിഫ്റ്റിയുടെ കേസിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന രാവിലത്തെ ഓപ്പൺ ചെയ്തിരിക്കുന്ന ആ ഒരു ഓൾ ടൈം ഹൈക്ക് മുകളിലേക്ക് പിന്നെ മാർക്കറ്റ് പോയിട്ടില്ല. സോ നാളത്തെ ഒരു ലെവൽ ഇമ്പോർട്ടൻറ്റ് ലെവലായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ലെവലാണ് ആ ഒരു ഓൾ ടൈം ഹൈ 23,337 ആ റേഞ്ചിൽ വരുന്നൊരു സംഭവം നാളത്തെ കൺസിഡർ ചെയ്യേണ്ട ഒരു ലെവലാണ്. സോ അതിൻ്റെ കൂടെ തന്നെ ഒരു മാസങ്ങളായിട്ട് ഫോളോ ചെയ്ത് വരുന്ന ട്രെൻഡ് ലൈൻ തൊട്ട് താഴെ ട്രെൻഡ് ലൈൻ ഉണ്ട്. സ്വാഭാവികമായിട്ട് ഈ ഒരു 2 ലൈൻ നാളത്തേക്ക് ഇത് മാത്രമേ നമുക്കൊരു കൺസിഡർ ചെയ്യാനുള്ള സംഭവങ്ങളും കാര്യങ്ങളായിട്ടുള്ളൂ. സ്റ്റോപ്പ് ലോസ് കാര്യങ്ങൾ ഏരിയാസ് ഒന്നും മുകളിലേക്കില്ല. താഴേക്കാണെങ്കിൽ പ്രീവിയസ്ലി ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഹൈയും കാര്യങ്ങളും ഉണ്ട്. ആ ഒരു 2 ലെവൽസ് കാര്യങ്ങൾ മാത്രമേ നമുക്ക് ബാങ്ക് നിഫ്റ്റിക്കകത്തും ചെയ്യാനുള്ളത്. ഒരു പ്രീവിയസ്ലി ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഹൈയൊക്കെ ബ്രേക്ക് ചെയ്ത് താഴേക്ക് വന്നിരുന്നു. പക്ഷേ എന്നിരുന്നാൽ പോലും മാർക്കറ്റ് സാധാരണ മുകളിലേക്ക് കയറി ഇന്നത്തെ ഓപ്പണിങ്ങിൻ്റെ അടുത്തേക്കുള്ള ഒരു റേഞ്ചിലേക്ക് തന്നെയാണ് വന്ന് നിൽക്കുന്നത്. സോ നാളത്തെ ദിവസങ്ങളിൽ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ് നിഫ്റ്റിക്കകത്ത് തരുന്നത് എന്നുണ്ടെങ്കിൽ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് വന്നു കഴിഞ്ഞ് മാർക്കറ്റ് കാരണം അത്യാവശ്യം ഹെവി ആയിട്ട് മാർക്കറ്റ് ഇന്ന് താഴേക്ക് മുകളിലേക്ക് പോയിരിക്കുന്നതുകൊണ്ട് ചെറിയ രീതിയിൽ ഇന്ന് കയറിയിരിക്കുന്ന അത്രയും കയറാൻ ചാൻസ് ഇല്ല മാർക്കറ്റ്. സോ മാർക്കറ്റ് അത്യാവശ്യം മുകളിലെ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് തന്നതിന് ശേഷം ഇന്നത്തെ ഒരു ഹൈ റീടെസ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. അതിനകത്ത് വന്നതിന് ശേഷം മാർക്കറ്റ് ഒന്ന് മുകളിലേക്ക് കയറുന്ന രീതിയിൽ എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ് നമുക്ക്.
കാര്യങ്ങൾ എക്സിറ്റ് പോളിനനുസരിച്ചുള്ള റിസൾട്ട് തന്നെയാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ലേശം ഒന്ന് മാർക്കറ്റ് മുകളിലേക്ക് വന്നു ഒന്ന് താഴെ ഇവിടെ റീടെസ്റ്റ് ചെയ്തതിന് ശേഷം മുകളിലേക്ക് പോകുന്ന രീതിയിലാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. താഴേക്ക് പോരാൻ റോസ്റ്റ് സിനാരിയോ മാത്രമേ ഉള്ളൂ. നമ്മൾ കഴിഞ്ഞ ദിവസം നേരത്തെ പറഞ്ഞ രീതിയിൽ എക്സിറ്റ് പോളിന് ഓപ്പോസിറ്റാണ് റിസൾട്ട് വരുന്നതെന്നുണ്ടെങ്കിൽ മാത്രമേ താഴേക്ക് പോരുക എന്നുള്ളൊരു സംഭവം നാളെ എക്സ്പെക്റ്റ് ചെയ്യുന്നുള്ളൂ. അല്ലെങ്കിൽ കറക്ഷൻസ് ഒക്കെ ഈ ഇലക്ഷൻ റിസൾട്ടൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷമായിരിക്കും ഇത്രയും ഗ്യാപ്പ് കയറി ഈ ഗ്യാപ്പ് ഫില്ല് ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ അത് കഴിഞ്ഞതിന് ശേഷമായിരിക്കും എന്നാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. പറഞ്ഞിരിക്കുന്ന പോലെ ലെവൽസോ കാര്യങ്ങളോ റിട്രേസ്മെൻറ്റോ ബേസിക്കായുള്ള സ്റ്റോപ്പ് ലോസ് ഏരിയാസോ കാര്യങ്ങളൊന്നും കൺസിഡർ ചെയ്യാനുള്ള സംഭവങ്ങളില്ല. തൊട്ട് ഇന്ന് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ലോയും ഹൈയും മാത്രമേ കൺസിഡർ ചെയ്യാനുള്ളൂ. അതുപോലെ തന്നെ ഒരു പാറ്റേൺ നമ്മൾ ബേസിക് കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് 6-7 മാസങ്ങളായിട്ട് ഫോളോ ചെയ്യുന്ന ട്രെൻഡ് ലൈൻ ഉണ്ട്. ആ ഒരു ട്രെൻഡ് ലൈനും ഇന്നത്തെ ലോയും ഇന്നത്തെ ഹൈയും അത് മാത്രമേ നമുക്ക് കൺസിഡർ ചെയ്യാനുള്ളൂ. ഈ ലെവൽസ് ഒന്നും എന്താ പറയുക നോക്കി വെച്ച് ട്രേഡ് എടുക്കാൻ പറ്റുന്നൊരു സിനാരിയോ അല്ല ഉള്ളത്. എല്ലാം ലെവൽസും കാര്യങ്ങളും ക്രിയേറ്റ് ചെയ്യുന്ന പാറ്റേൺസും ക്രിയേറ്റ് ചെയ്യുന്ന ക്യാൻഡിൽസും കാര്യങ്ങളും നോക്കി മാത്രം എടുക്കുക. ഹെവി പ്രീമിയം വാല്യൂ ഹെവി ആയിട്ടാണ് നിൽക്കുന്നത്. 2 ദിവസം ബാങ്ക് നിഫ്റ്റി നാളെ എക്സ്പയർ ആണെങ്കിൽ ബാങ്ക് നിഫ്റ്റി മറ്റന്നാൾ എക്സ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് കഴിഞ്ഞിട്ട് 3 ദിവസമാണുള്ളത് നിഫ്റ്റിക്കും. അപ്പോൾ മെൽറ്റിംഗ് ഉണ്ടായിരിക്കും. നല്ല ഓപ്ഷൻ ബയേഴ്സ് കൃത്യമായിട്ടുള്ള എൻട്രി പോയിൻറ്റ്സും കാര്യങ്ങളും സ്റ്റോപ്പ് ലോസും സെറ്റ് ചെയ്ത് മാത്രം ബൈ ചെയ്യുക. നന്നായിട്ട് മെൽറ്റിങ്ങിന് സാധ്യതയുണ്ട്. അത്രയും ഹെവി ആയിട്ട് വാല്യൂ കിടക്കുന്നതുകൊണ്ട് നല്ല രീതിയിൽ മെൽറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. ക്യാപിറ്റൽ പ്രൊട്ടക്റ്റ് ചെയ്ത് മാത്രം ട്രേഡും കാര്യങ്ങളും എടുക്കുക. ആ രീതിയിൽ കാര്യങ്ങൾ നോക്കി ചെയ്യുക. ഓക്കെ, ബാക്കി മാർക്കറ്റ് അവേഴ്സിൽ ഏത് രീതിയിൽ വർക്ക് ചെയ്യുന്നുള്ള കാര്യങ്ങൾ നോക്കിയിട്ട് നാളെ മാർക്കറ്റ് അവേഴ്സിന് ശേഷം നോക്കാം.